90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. പാലക്കാട് കുഴൽമന്നം ദുരഭിമാന കൊലയിൽ 2 പേർ പിടിയിൽ. കസ്റ്റഡിയിലായത് കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യാപിതാവും അമ്മാവനും. വടിവാൾ ഉപയോഗിച്ച് വെട്ടിയെന്ന് ദൃക്സാക്ഷി. ഭീഷണിയുണ്ടെന്ന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് അനീഷിന്റെ അച്ഛൻ. വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഭാര്യയും സഹോദരനും. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിൽ ഗവർണറുടെ തീരുമാനം ഇന്ന്. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സർക്കാർ. കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാൻ പ്രത്യേക സമ്മേളനം 31-ന്. ബദൽ നിയമസാധ്യതയും പരിഗണനയിൽ. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ സിപിഐ സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് തിരുവനന്തപുരത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ പ്രധാന അജണ്ട. യോഗം ചേരുന്നത് ഗവർണർക്കെതിരായ രൂക്ഷമായ ഭാഷയിൽ സിപിഐ മുഖപത്രത്തിൽ മുഖപ്രസംഗം വന്ന പശ്ചാത്തലത്തിൽ. പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകളുടെ യോഗം ഇന്ന്. ചർച്ചയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ചർച്ചയാകും. അന്തിമ തീരുമാനമെടുക്കാൻ 7-അംഗ സമിതി. നേതാക്കളുടെ റിലേ നിരാഹാരം തുടരുന്നു. ഹരിയാനയിൽ കൂടുതൽ ടോൾ ബൂത്തുകൾ ഏറ്റെടുക്കാൻ കർഷകർ. കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ അബ്ദുൾ റഹ്മാന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. കസ്റ്റഡിയിലുള്ള 2 യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലയ്ക്ക് പിന്നിൽ സാമുദായിക രാഷ്ട്രീയ കാരണങ്ങളെന്ന് മന്ത്രി കെ ടി ജലീൽ. തിരുവനന്തപുരത്ത് ലഹരി മാഫിയ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചു പോലീസ്. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടന്നുവെന്ന പോലീസ് നിഗമനം. പോലീസിന് നേരെ ആക്രമണമുണ്ടായത് കിഴക്കേക്കോട്ടയിലെ കടകൾ അടിച്ചു തകർത്ത മോഷണം നടത്തിയ പ്രതികൾക്കായുള്ള തെരച്ചിലിനിടെ. വാഗമണിൽ നിശാ പാർട്ടി സംഘടിപ്പിച്ചവർക്ക് രാജ്യാന്തര മയക്കുമരുന്ന് സംഘവുമായി ബന്ധമെന്ന് പോലീസ്. പ്രതികൾ ലഹരിമരുന്ന് വാങ്ങിയിരുന്നത് നൈജീരിയൻ പൗരന്മാരിൽ നിന്ന്. അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കാനൊരുങ്ങി മുസ്ലിം ലീഗ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം കെ.പി.എം. മജീദും പി.വി. അബ്ദുൽ വഹാബും മത്സരിച്ചേക്കും. 6 സിറ്റിംഗ് എംഎൽഎമാർക്ക് സീറ്റില്ല. ഭരണം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനും ലീഗിൽ ആലോചന. സ്വപ്ന സുരേഷിന്റെ സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വേണ്ടെന്ന ജയിൽ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ കൊഫെപോസ സമിതിക്ക് പരാതി നൽകി കസ്റ്റംസ്. ജയിൽ വകുപ്പിന്റെ നടപടി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് കസ്റ്റംസ്. വിഷയത്തിൽ കോടതിയെയും സമീപിക്കും. അന്തരിച്ച ചലച്ചിത്ര താരം അനിൽ നെടുമങ്ങാടിന് ആദരാഞ്ജലി അർപ്പിച്ച സിനിമാ ലോകം. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ. മലങ്കര ജലാശയത്തിൽ കുളിക്കുന്നതിനിടെ അനിൽ മുങ്ങി മരിച്ചത് ഇന്നലെ വൈകിട്ട്. ശബരിമലയിൽ ഇന്ന് മണ്ഡല പൂജ. ചടങ്ങുകൾ ഉച്ചയ്ക്ക് 11:40-നും 12:20-നും ഇടയിൽ. ക്ഷേത്രം ഇന്ന് രാത്രി 9-ന് അടയ്ക്കും. മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി 30-ന് വൈകിട്ട് വീണ്ടും തുറക്കും. സൂപ്പർ മാർക്കറ്റുകളിലെ ക്യാരി ബാഗ് വിൽപ്പന നിയമവിരുദ്ധമെന്ന് ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ. ഉപഭോക്താക്കളുടെ ബാഗുകൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൗണ്ടറുകളിലെ ക്യാരി ബാഗ് വിൽപ്പന അനധികൃതം. സൂപ്പർ മാർക്കറ്റുകൾ ക്യാരി ബാഗിന് പണം ഈടാക്കരുതെന്നും നിർദ്ദേശം. സുനാമിയുടെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 16 വയസ്സ്. ദുരന്തത്തിൽ നിന്ന് കരകയറാനാകാതെ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ. പുനരധിവാസ പദ്ധതികളും പാതി വഴിയിൽ. പരാതിയുമായി തീരദേശവാസികൾ. രാജ്യത്ത് പുതുതായി 23,068 പേർക്ക് കൂടി കോവിഡ്. 336 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,01,46,000. ഇനി ദേശീയ വാർത്തകൾ. കോവിഡ് വാക്സിൻ വിതരണത്തിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആദ്യഘട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ വാക്സിൻ നൽകുക 51 ലക്ഷം പേർക്ക്. ആരോഗ്യ പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ, പ്രായമായവർ എന്നിവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. ബ്രിട്ടനിൽ നിന്ന് ഡൽഹിയിലെത്തിയ 8 പേർക്ക് കൂടി കോവിഡ്. വീടുകൾ കയറി സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കം. നവംബർ 25-നും ഡിസംബർ 21-നും മധ്യേ ഡൽഹിയിലേക്ക് ബ്രിട്ടനിൽ നിന്ന് എത്തിയത് 13,000 പേർ. ഇവരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 19 പേർക്ക്. ജാഗ്രത ശക്തമാക്കി ഡൽഹി ഭരണകൂടം. ബ്രിട്ടനിൽ നിന്ന് കർണാടകയിലെത്തിയ 10 പേർക്ക് കോവിഡ്. നിരവധി പേർ നിരീക്ഷണത്തിലെന്ന് കർണാടക ആരോഗ്യമന്ത്രി കെ സുധാകർ. നിയന്ത്രണം കർശനമാക്കുമെന്നും ആരോഗ്യമന്ത്രി. രാജ്യത്ത് കോവിഡ് നിർണ്ണയിക്കാൻ ഇന്നലെ പരിശോധിച്ചത് 8,53,527 സാമ്പിളുകൾ. ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 16,71,59,289 ICMR.
കാർഷിക നിയമങ്ങൾ ഗുണമല്ല ദോഷം വരുത്തിവെക്കുകയാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പുതിയ നിയമപ്രകാരം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മണ്ഡികൾക്ക് പുറത്തു വിൽക്കാം, എന്നാൽ ഉൽപ്പന്നത്തിന്റെ പകുതി വില പോലും കിട്ടില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും 2 സഹായികൾക്കുമെതിരെ നിയമ നടപടിയുമായി അന്താരാഷ്ട്ര ഷൂട്ടിംഗ് താരം വർത്തിക സിംഗ്. കേന്ദ്ര വനിതാ കമ്മീഷനിൽ അംഗമായി നിയമിക്കാൻ പണം ആവശ്യപ്പെട്ടെന്ന കേസ്. ഹർജിയിൽ അടുത്ത മാസം 2-ന് പ്രത്യേക MP MLA കോടതി വാദം കേൾക്കും. CBI കസ്റ്റഡിയിൽ നിന്ന് 100 കിലോ സ്വർണം കാണാതായ സംഭവത്തിൽ മോഷണത്തിന് കേസെടുത്ത CID. സ്വർണം സൂക്ഷിച്ച മുറിയുടെ 72 താക്കോലുകൾ കാണാതായതിലും കേസ്. കാണാതായത് 2012-ൽ സുരാന കോർപ്പറേഷനിൽ നിന്നും പിടിച്ചെടുത്ത 400 കിലോയിൽ 103 കിലോ സ്വർണം. 4 സംസ്ഥാനങ്ങളിൽ നടത്താനിരിക്കുന്ന കോവിഡ് വാക്സിനേഷൻ ട്രയൽ ഈ മാസം 28 മുതൽ 2 ദിവസങ്ങളിലായി ട്രയൽ വാക്സിനേഷൻ നടത്തുന്നത് പഞ്ചാബ്, അസം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്തെ ഫാസ്ടാഗ് ഫീസ് ശേഖരണം പ്രതിദിനം 80 കോടി രൂപയെന്ന് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പ്രതിദിനം നടക്കുന്നത് 50 ലക്ഷത്തോളം ട്രാൻസാക്ഷൻ. ജനുവരി 1 മുതൽ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധം. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നും ഉണർന്നു പ്രവർത്തിക്കണമെന്നും സോറൻ. കർഷക സമരം ഇപ്രകാരം തുടർന്നാൽ കർഷക മരണം തുടർക്കഥയാവുമ്പോഴായിരിക്കും പ്രധാനമന്ത്രിക്ക് വിഷയത്തിൽ ബോധോദയം ഉണ്ടാവുകയെന്നും വിമർശനം. കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ PM KS ഫണ്ട് കേന്ദ്ര ഭരണത്തിന് കീഴിലാണെന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും സർക്കാർ. സ്വകാര്യ ഫണ്ടുകൾ സ്വീകരിക്കുമെങ്കിലും RTIക്ക് കീഴിൽ വരില്ല. ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ RTI പ്രകാരം അന്വേഷിച്ചാലും പുറത്തുവിടാനാകില്ലെന്നും കേന്ദ്രം. ജമ്മുകശ്മീരിൽ 4G ഇന്റർനെറ്റ് നിയന്ത്രണം തുടരും. ഗന്ദർബാൽ, ഉത്തംപൂർ ജില്ലകളിലെ അതിവേഗ മൊബൈൽ ഡേറ്റ സേവനങ്ങൾ ജനുവരി 8 വരെ നീട്ടി. ഇ-കോമേഴ്സ് കമ്പനിയായ ആമസോണിന്റെ ഗോഡൌണുകൾക്ക് നേരെ അക്രമം. പൂനെയിലെയും മുംബൈയിലെയും ഗോഡൌണുകൾ ആക്രമിച്ചത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. അതിക്രമം ആമസോൺ ആപ്പിലും വെബ്സൈറ്റിലും പ്രാദേശിക ഭാഷാ വിഭാഗത്തിൽ മറാത്തി ഉൾപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ച ആമസോണിന്റെ പരാതിയിൽ MNS മേധാവി രാജ് താക്കറെയ്ക്ക് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. പത്മശ്രീ ജേതാവും ഉറുദു കവിയുമായ ഷംസൂർ റഹ്മാൻ ഫറൂഖി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. അലഹബാദിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസം, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുവാഹത്തിയിൽ. 2 സംസ്ഥാനങ്ങളിലും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അസമിലെ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബീഹാറിലെ ജൂനിയർ ഡോക്ടർമാരോട് സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇടപെടണമെന്നും കേന്ദ്രമന്ത്രി. സ്റ്റൈപ്പൻഡ് വർധന ആവശ്യപ്പെട്ട് 1000-ഓളം ജൂനിയർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം തുടങ്ങിയത് ബുധനാഴ്ച. അർജുന, ദ്രോണാചാര്യ, ധ്യാൻചന്ദ് അവാർഡ് ജേതാക്കളുടെ ഓണറേറിയത്തിൽ വർധനവ് പ്രഖ്യാപിച്ചു ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാൽവീയുടെയും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും ജന്മവാർഷിക ദിനം ഗുഡ് ഗവർണൻസ് ഡേ ആയി ആഘോഷിക്കാനും തീരുമാനം. ജമ്മുകശ്മീരിലെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവറായി കത്വ ജില്ലയിലെ പൂജാദേവി. ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. കഠിന പ്രയത്നമാണ് ഒരു വനിതയെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതെന്ന് പൂജാദേവി. രാജ്യത്തെ ആദ്യ തദ്ദേശീയ വാക്സിനുകളുടെ 2ാം ഘട്ട പരിശോധനാ ഫലം പുറത്ത്. വാക്സിനേഷൻ കഴിഞ്ഞ് 1 വർഷം വരെ വൈറസിൽ നിന്ന് സംരക്ഷണം നൽകാൻ വാക്സിന് കഴിവുണ്ടെന്ന് കമ്പനി അധികൃതർ. ഏത് പ്രായത്തിലുമുള്ള ആളുകൾക്കും വാക്സിൻ ഒരുപോലെ ഫലപ്രദമെന്നും ഭാരത് ബയോടെക്. അസമിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ UK-യിൽ നിന്ന് തിരിച്ചെത്തിയത് 102 പേർ. ഒരാൾക്ക് കോവിഡ്. സാമ്പിൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു. പുതിയ വൈറസ് ബാധയാണോ എന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. അസമിൽ 27 ദേശീയപാതാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 439 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. അസമിൽ 174 പദ്ധതികൾക്കായി 2104 കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചതെന്ന് നിതിൻ ഗഡ്കരി. രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയായവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാനുള്ള ശ്രമത്തിൽ ത്രിപുര സർക്കാർ. അപേക്ഷകൾ പരിശോധിക്കുന്ന 6-അംഗ സമിതിയുടെ യോഗം ചേർന്നു. നിരവധി പേർ അപേക്ഷ സമർപ്പിച്ചുവെന്നും പരിശോധന തുടരുന്നതായും സംസ്ഥാന നിയമമന്ത്രി രത്തൻലാൽ നാഥ്.
ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയ്ക്ക് സയന്റിസ്റ്റ് ഓഫ് ദ ഇയർ അവാർഡ്. ഹേമന്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച രോഗപ്രതിരോധ വാക്സിനായ ലൂക്കോസിന്റെ ഫലപ്രാപ്തി കണക്കിലെടുത്താണ് അവാർഡ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവാർഡ് കൈമാറി. കർണാടകയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണം. രാത്രികാല കർഫ്യൂ പിൻവലിച്ചതോടെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മൈ. തീരുമാനം ജനിതക മാറ്റം സംഭവിച്ച വൈറസ് വ്യാപന പശ്ചാത്തലത്തിൽ. അന്തർദേശീയ വാർത്തകൾ. ലോകത്തെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8 കോടി പിന്നിട്ടു. പുതിയതായി 4,33,000 പേർക്ക് കോവിഡ്. ആകെ മരണം 17,56,000. കോവിഡ് ബാധിതരുടെ എണ്ണം 20 ലക്ഷം കടക്കുന്ന ആദ്യ അമേരിക്കൻ സംസ്ഥാനമായി കാലിഫോർണിയ. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 20,67,000 കടന്നു. ആകെ മരണം 23,985. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഫ്രാൻസിലും. രോഗം സ്ഥിരീകരിച്ചത് ഡിസംബർ 19 ലണ്ടനിൽ നിന്ന് എത്തിയ ആൾക്ക്. ടൂൾസ് നഗരത്തിലുള്ള ഇയാൾക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്നും സ്വയം നിരീക്ഷണത്തിലാണെന്നും ഫ്രഞ്ച് ആരോഗ്യ മന്ത്രാലയം. ബ്രസീലിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. 1,90,000 കടന്ന് രാജ്യത്തെ കോവിഡ് മരണം. പുതിയതായി 22,967 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 74,48,560. അമേരിക്കയിലെ ബോസ്റ്റണിൽ മൊഡേണ വാക്സിൻ സ്വീകരിച്ച ഡോക്ടർക്ക് അലർജി അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. ഡോക്ടർ വാക്സിൻ സ്വീകരിച്ചത് വ്യാഴാഴ്ച. കുത്തിവയ്പ്പിന് പിന്നാലെ തലകറക്കവും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടായതായും റിപ്പോർട്ട്. ബ്രസീലിൽ പരീക്ഷണം നടത്തുന്ന ചൈനയുടെ സിനോവാക് ബയോടെക് വാക്സിൻ 50 മുതൽ 90% വരെ ഫലപ്രദമെന്ന് ബ്രസീൽ ആരോഗ്യ വിഭാഗം. ജനുവരി 7 വാക്സിന്റെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടും. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ അടുത്ത സുഹൃത്തും ആക്ടിവിസ്റ്റുമായ ല്യൂബോവ് സോബോളിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. സോബോളിനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട്. റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലെ അംഗത്തെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് സോബോളിനെതിരെ ക്രിമിനൽ കേസെടുത്തെന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി. കോവിഡ് വ്യാപനം തുടരുന്ന കാനഡയിലെ കൂടുതൽ പ്രവിശ്യകളിൽ നിയന്ത്രണം ശക്തം. ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശവുമായി അധികൃതർ. പൊതുപരിപാടികൾക്കും കൂട്ടം കൂടുന്നതിനും നിയന്ത്രണം. ഇറ്റലിയിൽ കോവിഡ് സാഹചര്യം രൂക്ഷം. പ്രതിദിന മരണനിരക്കിൽ റെക്കോർഡ് വർധന. രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം 71,359. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യത. തുർക്കിയിലേക്ക് മടങ്ങിയെത്തുന്ന എല്ലാ യാത്രക്കാർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. തീരുമാനം ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് നടത്തിയ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. മൊറോക്കോ രാജാവ് മുഹമ്മദ് ആറാമനുമായി ചർച്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. കരാറുമായി സഹകരിച്ച് മുന്നോട്ടു പോകും. ഇസ്രായേൽ പ്രതിനിധി സംഘം ഉടൻ മൊറോക്കോയിലെത്തും. ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമണം നടത്തിയത് ഗാസയിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിൽ. ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. അഫ്ഗാനിസ്ഥാനിലെ ബാൽഖ് പ്രവിശ്യയിൽ വ്യോമാക്രമണം നടത്തി പ്രതിരോധ സേന. 7 താലിബാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 5 പേർക്ക് ഗുരുതര പരിക്ക്. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. അമേരിക്കയിലെ കൊളംബസിൽ കറുത്ത വർഗ്ഗക്കാരനെ വെടിവെച്ചു കൊന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളുമായി തെരുവിൽ. കുറ്റാരോപിതരായ പോലീസുകാരെ പുറത്താക്കിയതായി കൊളംബസ് പോലീസ് മേധാവി തോമസ് പിൻലാൻഡ്. യുഗാണ്ടയിലെ ആൽബർട്ട് തടാകത്തിൽ ബോട്ട് അപകടം. 26 മരണം. 21 പേരെ രക്ഷപ്പെടുത്തി. ബോട്ടിൽ 50 പേർ ഉണ്ടായിരുന്നതായി അധികൃതർ. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുന്നു. 2028 അമേരിക്കയെ മറികടന്ന് ചൈന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് പഠനം. റിപ്പോർട്ട് പുറത്തുവിട്ട ബ്രിട്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയ ചൈന ഈ വർഷം 2% വളർച്ച നേടുമെന്നും റിപ്പോർട്ടിൽ. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ 3 ബുറുണ്ടിയൻ സമാധാന സേനാംഗങ്ങളെ സായുധ പോരാളികൾ കൊലപ്പെടുത്തിയതായി ഐക്യരാഷ്ട്രസഭ. രാജ്യത്ത് വിമതസേനയും സൈന്യവും തമ്മിലുള്ള ആഭ്യന്തര കലാപം രൂക്ഷം. എയർ കാനഡ ബോയിംഗ് 737-8 മാക്സ് വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി.
ട്യൂസണിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് അരിസോണയിൽ നിന്ന് മോൺട്രയലിലേക്ക് പോയ വിമാനത്തിലുണ്ടായിരുന്നത് 3 ക്രൂ അംഗങ്ങൾ. അഫ്ഗാനിസ്ഥാനിലെ ബാൽക്ക് പ്രവിശ്യയിൽ ബോംബ് സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്ക്. കൊല്ലപ്പെട്ടത് സൈനിക ഉദ്യോഗസ്ഥരെന്ന് അഫ്ഗാൻ സേന. നൈജീരിയയിൽ ഭീകരാക്രമണത്തിൽ 11 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ. ആക്രമണം ക്രിസ്മസ് ആഘോഷത്തിനിടെ. സൗദി അറേബ്യയിലെ 2ാമത്തെ കോവിഡ് വാക്സിൻ വിതരണ കേന്ദ്രം ജിദ്ദയിൽ പ്രവർത്തനം തുടങ്ങി. ദമാം ഉൾപ്പെടുന്ന വടക്കൻ പ്രവിശ്യയിൽ ഉടൻ വാക്സിൻ വിതരണം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. സൗദി അറേബ്യയിലെ സ്വദേശിവൽക്കരണ പദ്ധതിയായ നിദാഖത്ത് ഫലം ചെയ്തതായി റിപ്പോർട്ട്. കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ കണ്ടെത്താൻ പദ്ധതി സഹായിച്ചെന്നും പഠനം. റിപ്പോർട്ട് പുറത്തുവിട്ട ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫണ്ട്. എന്റർടൈൻമെന്റ് ന്യൂസ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കടമറ്റം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ക്രിസ്മസ് കരോൾ നൈറ്റ് സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പരിപാടി. ഫാദർ ടി പി കുര്യനും ഫാദർ എബിൻ മാത്യുവും പരിപാടിക്ക് നേതൃത്വം നൽകി. കായിക വാർത്തകൾ. ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 1ാം ഇന്നിംഗ്സിൽ പിടിമുറുക്കി ഇന്ത്യ. 135 റൺസ് എടുക്കുമ്പോഴേക്കും ഓസീസിന് 5 വിക്കറ്റുകൾ നഷ്ടം. 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി അശ്വിനും ബുംറയും. ISLൽ ആദ്യ ജയം തേടി ഈസ്റ്റ് ബംഗാൾ ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും. മത്സരം രാത്രി 7:30 ഗോവ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് കരുത്തർ കളത്തിൽ. ക്ലാസിക്കൽ പോരാട്ടത്തിൽ ചെൽസി ആർസണലുമായി ഏറ്റുമുട്ടും. ലെക്സർ സിറ്റിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളി. പാകിസ്ഥാനെതിരായ ആദ്യ ടെസ്റ്റിൽ ന്യൂസിലൻഡിന് മികച്ച സ്കോർ. റോസ് ടെയ്ലർക്കും കെയ്ൻ വില്യംസനും അർദ്ധ സെഞ്ചുറി. ഇംഗ്ലണ്ട് മുൻ ക്രിക്കറ്റ് താരം ജോൺ എഡ്രിച്ച് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇംഗ്ലണ്ടിനായി 77 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 1963 വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു എഡ്രിച്ചിന്റെ അരങ്ങേറ്റം. മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിലെ താരങ്ങളായ ഗബ്രിയേൽ ജീസസിനും കെയ്ൽ വോൾക്കറിനും കോവിഡ്. ക്ലബ് അധികൃതരാണ് വിവരം പുറത്തുവിട്ടത്. ഇരുവർക്കും ഇംഗ്ലീഷ് ലീഗ് കപ്പ് സെമി ഫൈനൽ നഷ്ടമാകും. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് ഒറ്റശേഖരമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ബൈക്കുകൾ കത്തിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബിപിന്റെ വീട്ടിൽ നിർത്തിയിട്ട 2 ബൈക്കുകളാണ് തീവച്ച് നശിപ്പിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ കല്യാണ വീടിന് നേരെ ബോംബെറിഞ്ഞ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പട്ടം സ്വദേശി ഡേവിഡ്, ജിജോ ജേക്കബ് എന്നിവർ. സംഭവത്തിൽ 2 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കൊല്ലത്ത് കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ പിടിയിലായത് നടുമുരുപ്പ് സ്വദേശി നിസാമുദ്ദീൻ, കടക്കാമൺ സ്വദേശി വിജിൻ, നടക്കുന്ന സ്വദേശികളായ ഫൈസൽ, ജോഷി എന്നിവർ. വാഹന പരിശോധനയ്ക്കിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും കോവിഡ് പരിശോധന നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ ശ്രീലത. ഡിസംബർ 28, 29, 30 തീയതികളിൽ ജില്ലാ ആശുപത്രിയിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും സജ്ജീകരണം ഏർപ്പെടുത്തും. പരിശോധന ജനുവരി 1 സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ. കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകും. 5000 ചതുരശ്ര അടിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ആദ്യം. പത്തനംതിട്ട ജില്ലയിൽ നാഷണൽ ലോക് അദാലത്ത് ജനുവരി 9. പണസംബന്ധമായ പരാതികൾ ചർച്ചയിലൂടെ ഇളവുകൾ നൽകി തീർപ്പാക്കും. കൂടുതൽ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനും ധാരണ. ആലപ്പുഴ അന്ധകാരനഴി അഴിമുഖത്ത് മണൽ നീക്കം തുടങ്ങി. നടപടി തീരദേശ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറുന്നത് പരിഗണിച്ച് ഷട്ടർ മുഴുവൻ സമയം തുറന്നിട്ടതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം നടന്നിരുന്നു. KSCB കോട്ടയം ചങ്ങനാശ്ശേരി ഡിവിഷന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഈ മാസം 31 വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP അധ്യക്ഷനാകും. ഇടുക്കി ജില്ലയിലെ ആന പാർക്ക് പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങുന്നതായി പരാതി. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാനായാണ് ചിന്നക്കനാലിൽ സർക്കാർ ആദ്യ ആന പാർക്ക് പദ്ധതി പ്രഖ്യാപിച്ചത്. ആന പാർക്ക് പദ്ധതി വൈകിപ്പിക്കുന്നത് കയ്യേറ്റ ഭൂമാഫിയെ സഹായിക്കാനാണെന്ന് ആരോപണം.
ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നു. ജനുവരി 16 വരെ എല്ലാ ദിവസവും ഡാം സന്ദർശിക്കാം. പ്രവേശനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. പെരുമ്പാവൂർ MC റോഡിൽ മലമുറി പെട്രോൾ പമ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു മരണം. ബൈക്ക് യാത്രികനായ കതിരൂർ സ്വദേശി വൈശാഖ് ഉല്ലാസാണ് മരിച്ചത്. പരിക്കേറ്റ സുഹൃത്ത് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ. തൃശൂർ കൊടകരയിൽ BJP പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. വട്ടേക്കാട് സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. സംഭവം വട്ടേക്കാട് കനാൽ പാലത്തിന് സമീപം. ആക്രമണത്തിന് പിന്നിൽ CPIM പ്രവർത്തകരെന്ന് BJP. ജലക്ഷാമം പരിഹരിക്കാൻ തടയണ നിർമ്മാണവുമായി വിദ്യാർത്ഥികൾ. താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത് മലപ്പുറം അരീക്കോട് സുല്ലം മുസ്ലാം ഓറിയന്റഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. 5 പഞ്ചായത്തുകളിലെ ജലക്ഷാമം പരിഹരിക്കാൻ തടയണ സഹായകമാകും. കൊലപാതക ശ്രമത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പൊന്നാനിയിൽ കോളനിയിലെ യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പ്രതികൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പ്രതികൾ 14 ദിവസം റിമാൻഡിൽ. മലപ്പുറം മഞ്ചേരിയിൽ ഹാഷ് ഷോയിലുമായി ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് മഞ്ചേരി സ്വദേശി ഷംസുദ്ദീൻ. ആഴ്ചകളായി ഷംസുദ്ദീൻ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കോഴിക്കോട് തോണിക്കടവ് ടൂറിസം പദ്ധതി അവസാന ഘട്ടത്തിൽ. നിർമ്മാണം പൂർത്തീകരിച്ചത് 1,40 ലക്ഷം രൂപ ചെലവിൽ. പൂർത്തീകരിക്കാനുള്ളത് ജലസംവിധാനം, വൈദ്യുതീകരണം എന്നിവ. കൊയിലാണ്ടി കോടതിക്ക് ആകർഷകമായ കവാടമൊരുങ്ങുന്നു. 22 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ K. ദാസൻ MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച്. കോഴിക്കോട് പയ്യോളിയിൽ വീടിന് സമീപം നിർത്തിയിട്ട ബൈക്ക് കത്തി നശിച്ചു. അയനിക്കാട് സ്വദേശി പ്രമോദിന്റെ ബൈക്കാണ് കത്തിച്ചത്. പയ്യോളി പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് താമരശ്ശേരി കാരാടിയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി എടുത്ത ദേശീയപാതയിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികർക്ക് പരിക്ക്. സാബു, ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേരി നവീകരണ പദ്ധതിക്ക് കോഴിക്കോട് കോർപ്പറേഷന് പുരസ്കാരം. ഇന്ത്യയിൽ വിവിധ മേഖലകളിലെ സംരംഭത്തിന് സ്കോച്ച് ഇന്റർനാഷണൽ നൽകുന്ന സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് 2020 എന്ന അവാർഡാണ് ലഭിച്ചത്. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സുൽത്താൻ ബത്തേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബത്തേരി മുനിസിപ്പൽ ഓഫീസിന് സമീപം പൊതുയോഗം സംഘടിപ്പിച്ചു. ബയോഡൈവേഴ്സിറ്റി കോൺക്ലേവ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അവാർഡ് സലിം പിച്ചന. പുത്തൂർവയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിലെ ജീവനക്കാരനാണ്. വയനാട് ദേശീയപാത 766 അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കൈനാട്ടി മുതൽ മുത്തങ്ങ അതിർത്തി വരെയുള്ള ഭാഗങ്ങളിൽ അപകടം വർദ്ധിച്ചത് റോഡ് നവീകരണത്തിന് പിന്നാലെയെന്ന് പ്രദേശവാസികൾ. സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം. വയനാട് ചൂരൽമല പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷം. തെങ്ങ്, കവുങ്ങ്, ഏലം എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കണ്ണൂർ തലശ്ശേരിയിൽ കണ്ണിൽ മുളകുപൊടി വിതറി 8 ലക്ഷം രൂപ തട്ടിയ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. വടക്കുംപാട് മടത്തും ഭാഗം സ്വദേശി നിഹാലിനെയാണ് തെളിവെടുപ്പിനായി എത്തിച്ചത്. കണ്ണൂർ തലശ്ശേരിയിൽ ഹൈടെക് ജൈവ കൃഷിയുമായി വ്യാപാരികൾ. 3 സ്ഥലങ്ങളിൽ 4 ഏക്കറുകളിലായാണ് കൃഷി. ഫാക്ട് ചെക്ക്. കോവിഡ് വാക്സിൻ നൽകിയതിനെ തുടർന്ന് അമേരിക്കയിലെ ആശുപത്രിയിൽ പ്രതിഷേധമെന്ന് വ്യാജ പ്രചാരണം. 2019 നടന്ന വെടിവെപ്പിന്റെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഡൽഹിയിൽ കാർഷിക പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെ റിലയൻസ് ജിയോ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതായി പ്രചാരണം. ജിയോയുടെ ലോഗോ അടങ്ങുന്ന പാക്കറ്റുകളിലാണ് ഭക്ഷ്യധാന്യ വിതരണമെന്നാണ് പ്രചാരണം. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് റിലയൻസ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത്. ബ്രിട്ടനിൽ നിന്നെത്തിയ 8 പേർക്ക് കോവിഡ് പോസിറ്റീവായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ജനിതകമാറ്റം സംഭവിച്ച വൈറസാണോ എന്ന് പരിശോധിക്കാൻ ശ്രമം പൂനെയിലേക്ക് അയച്ചു. വിമാനത്താവളങ്ങളിൽ ശ്രദ്ധ കൂട്ടിയെന്നും ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്ന് വിദഗ്ധരുടെ അഭിപ്രായമെന്നും ആരോഗ്യമന്ത്രി. രാജ്യത്ത് പുതിയതായി 22,272 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തതായി 251 മരണം. ആകെ മരണം 1,47,343. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സ്ഫോടനം. പുൾ ഇ സൊക്ത പ്രദേശത്ത് ഉണ്ടായ സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വംശീയ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന എത്യോപ്യയിലെ ഗുമുസ് മേഖലയിലെ കൂട്ടക്കൊലയിൽ മരണം 222. റിപ്പോർട്ട് പുറത്തുവിട്ട റെഡ് ക്രോസ്. കൊല്ലപ്പെട്ടവരിൽ 207 ഗ്രാമവാസികളും 15 അക്രമികളും. ഡൽഹി കലാപക്കേസിൽ ഇരകളുടെ അഭിഭാഷകൻ മഹ്മൂദ് പ്രച്ഛയ്ക്കെതിരെ IPC 186, 353, 34 വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം മഹ്മൂദ് പ്രച്ഛയുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു.
100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ടപ്പുമായി പ്രജിൻസി കണ്ണഞ്ചേരി. നമസ്കാരം. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.